നമുക്കിനി നോക്കാനുള്ളത് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സാണ്, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ്. ആസൂത്രണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ. നാം ഇതുവരെ നോക്കിയത് പ്ലാനിങ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ അതിന് കുറേ അഡ്വാൻറ്റേജസ് പറഞ്ഞു, അല്ലെങ്കിൽ അതിന് കുറേ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് നാം പറഞ്ഞു. അതുപോലെ ഇനി നമുക്ക് നോക്കാനുള്ളത് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സാണ്. പ്ലാനിങ് നമുക്കറിയാം ഒരു മെൻ്റൽ എക്സസൈസ് ആണ് നാം പറഞ്ഞു അല്ലേ, ഒരു മാനസികമായ പ്രവർത്തനമാണ് പ്ലാനിങ്. അതുകൊണ്ട് തന്നെ പ്ലാനിങ്ങിന് നിരവധിയായ സ്റ്റെപ്സ് നമുക്ക് ആവശ്യമാണ്. നോക്കാം. ദ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. ആദ്യത്തെ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം തീരുമാനിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നാം ഒരു ടൂർ പോകാൻ തീരുമാനിക്കുന്നു, സ്കൂളിൽ നിന്ന് ഒരു വിനോദയാത്ര പോകാൻ തീരുമാനിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതായിരിക്കും. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ഒരു ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ പ്ലാനിങ് നടത്തുക. അതുകൊണ്ടാണ് പ്ലാനിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് സെറ്റിംഗ് ഒബ്ജക്റ്റീവ് പറയാൻ സാധിക്കുക, അല്ലെങ്കിൽ ലക്ഷ്യം തീരുമാനിക്കുക. ഇനി ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊരു ക്രൊണോളജിക്കൽ ഓർഡറിൽ തന്നെ പഠിച്ചു വരാവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഡെവലപ്പിംഗ് പ്ലാനിങ് പ്രിമിസസ്. അതായത് നമുക്കൊരു പ്ലാനിങ് പ്രിമിസസ് തയ്യാറാക്കുക. എന്താണ് പ്ലാനിങ് പ്രിമിസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ അസംഷൻസ് റിലേറ്റഡ് ടു ദ ഫ്യൂച്ചർ. ഭാവിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നൊരു ഊഹാപോഹങ്ങൾ നമുക്കുണ്ടാവും. പ്ലാൻ തയ്യാറാക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മളുടെ അസംഷൻസ് ആണ് പ്ലാനിങ് പ്രിമിസസ്. ഇനി പ്ലാനിങ് പ്രിമിസസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ് ഐഡൻറ്റിഫൈങ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ്. നമുക്കറിയാമല്ലോ, നാം സെറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റീവ് അത് അറ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് നിരവധിയായ ഓൾട്ടർനേറ്റീവ് കോഴ്സസ്, നമുക്ക് ഒരുപാട് മാർഗങ്ങളുണ്ടാവും. അങ്ങനെ നാം തീരുമാനിച്ചിരിക്കുന്ന ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ ടൂറിൻ്റെ കാര്യമാണെങ്കിൽ നമുക്കിപ്പോൾ ഏത് രീതിയിലൊക്കെ പോകാം. ഒന്നുകിൽ ബസ്സിൽ പോകാം, ഇനി അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ പല രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. ട്രെയിനിലൂടെ നമുക്ക് പോകാനായിട്ട് പറ്റും. ഇങ്ങനെ പല പല മെത്തേഡ്സ്, അല്ലെ കാർ യൂസ് ചെയ്തിട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെഹിക്കിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. ഇങ്ങനെ നമുക്ക് സാധ്യമായ ഓൾട്ടർനേറ്റീവ്സ് എല്ലാം നാം എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. നമുക്ക് പറ്റുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത് ഇവാലുവേറ്റിംഗ് ദ ഓൾട്ടർനേറ്റീവ് കോഴ്സസ്. ഇവിടെ നാം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഓൾട്ടർനേറ്റീവ് കോഴ്സസിനെ അല്ലെങ്കിൽ ഓരോരോ മാർഗങ്ങളെ നാം ഇവാലുവേറ്റ് ചെയ്യുക. അതായത് അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും അല്ലെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റീസും അതിൻ്റെ ഇമ്പോസിബിലിറ്റീസും ഒക്കെ നാം ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ അത് പരിശോധിക്കുക. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ വയബിലിറ്റി ചെക്ക് ചെയ്യുക എന്ന് പറയും. അതായത് ഇത് നമുക്ക് നമ്മളെ ബിസിനസ്സിനെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നാം ഈ കോഴ്സസ് ഓഫ് അല്ലെങ്കിൽ ഈ ഓൾട്ടർനേറ്റീവ് കോഴ്സസിലൂടെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ലോസ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഏതിലായിരിക്കും നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നതാണ് ഇവാലുവേറ്റിംഗ് ദ ഓൾട്ടർനേറ്റീവ് കോഴ്സസ്. ഇങ്ങനെ 4 സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമുക്ക് 5th സ്റ്റെപ്പായിട്ട് പറയാൻ പറ്റുന്നതാണ് സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ്. നാം എന്ത് ചെയ്തു, ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തു അല്ലേ. അതിനുശേഷം നാം അതിനെ ഇവാലുവേറ്റ് ചെയ്തു. ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. നാം ഈ ഇവാലുവേഷൻ കഴിയുന്നതോട് തന്നെ നമുക്ക് മനസ്സിലാകും ഏതാണ് വിച്ച് ഈസ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ ബെസ്റ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്യുക, ഏറ്റവും നല്ല മാർഗത്തെ സെലക്ട് ചെയ്യുക. ഇനി അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റിംഗ് ദ പ്ലാൻ ആണ്. ആ പ്ലാനിനെ നാം എന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അതിനെ പ്രാബല്യത്തിൽ വരുത്തുക അല്ലെങ്കിൽ നടപ്പിലാക്കുക. ആ പ്ലാൻ നമ്മുടെ ബിസിനസ്സിൽ നടപ്പിലാക്കുക, മാനേജ്മെൻറ്റിൽ നടപ്പിലാക്കുക. നമ്മുടെ എന്തായാലും നമ്മുടെ ഒബ്ജക്റ്റീവ്, ആ ഒബ്ജക്റ്റീവ് കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റീവ് ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നാം ഇത്രയും നേരം ഈ പ്ലാനുകളെ കുറിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ നമ്മൾ കണ്ടെത്തി നമ്മൾ അതിൽ ഏറ്റവും നല്ല ഓൾട്ടർനേറ്റീവിനെ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇനി നടപ്പിലാക്കി കഴിഞ്ഞാലോ തീർന്നിട്ടില്ല. നാം നടപ്പിലാക്കിയ പ്ലാനിങ് എത്രത്തോളം ശരിയായിരുന്നു എന്ന്, അല്ലെങ്കിൽ അതിനെന്തൊക്കെ കുറവുകളുണ്ടായിരുന്നു, അതിനെന്തൊക്കെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്ലാനിങ്ങിൻ്റെ അവസാന സ്റ്റെപ്പായ ഫോളോ അപ്പിലൂടെയാണ്. അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോളോ അപ്പ് ആണ്. ഈ ഫോളോ അപ്പിലൂടെയാണ്
നമുക്ക് എത്രത്തോളം നമ്മുടെ പ്ലാൻ നമുക്ക് യൂസ്ഫുള്ളായി അല്ലെങ്കിൽ അതിലെ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഫോളോ അപ്പിന് നമുക്ക് ചില ടെക്സ്റ്റുകളിൽ ഫീഡ്ബാക്ക് എന്നും പറയാറുണ്ട്. ഇത്രയുമാണ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക.